തലസ്ഥാന നഗരിയുടെ കാഴ്ചകൾ ചുറ്റിക്കാണാനായി KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുക്കിയിട്ടുള്ള മറ്റൊരു ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്രയ്ക്ക് വേണ്ടിയാണ് ഇത്തവണ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ, അതായത് ഈസ്റ്റ് ഫോർട്ടിലുള്ള KSRTC സിറ്റി ഡിപ്പോയിൽ നിന്നാണ് യാത്രയുടെ ആരംഭം. നഗര കാഴ്ചകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ യാത്രയുടെ വൈകിട്ട് 5 മണിക്കുള്ള ട്രിപ്പിലാണ് നമ്മുടെ യാത്ര. 4:45 തന്നെ ബസ് എത്തിച്ചേർന്നു. അശോക് ലെയ്ലാൻഡിന്റെ സബ്സിഡിയറി കമ്പനിയായ സ്വിച്ച് മൊബിലിറ്റിയുടെ E422 എന്ന പുതുപുത്തൻ ഇലക്ട്രിക് ബസ്സാണ് ഈ യാത്രയ്ക്കായി KSRTC തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്മാർട്ട് സിറ്റി മിഷന്റെ ധനസഹായത്തോടെ KSRTC സ്വിഫ്റ്റ് ലിമിറ്റഡും കൂടി ചേർന്നാണ് നഗരക്കാഴ്ചകൾ എന്ന ഈ പരിപാടി നടത്തുന്നത്. ടിക്കറ്റ് വെരിഫൈ ചെയ്ത് ബസിന്റെ അപ്പർ ഡെക്കിലേക്ക് കയറി. മുകൾ വശം ഓപ്പൺ ആയതുകൊണ്ട് മഴ പെയ്താലും കടുത്ത വെയിലായാലും കുട ചൂടി ഇരിക്കേണ്ടി വരുമെന്ന് മാത്രം. എന്നാലും കൂടുതൽ പേരും അപ്പർ ഡെക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. കൃത്യം 5 മണിയോടെ തിരക്ക് പിടിച്ച തിരുവനന്തപുരം നഗരത്തിലൂടെ ബസ് യാത്ര ആരംഭിച്ചു. നല്ല ഉയരത്തിലായതുകൊണ്ട് മരച്ചില്ലകളെ തൊട്ടു തലോടിക്കൊണ്ടാണ് തുടക്കം. ശ്രീ പത്മനാഭ തിയേറ്റർ കടന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ കിഴക്കേക്കോട്ട അഥവാ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ് കടന്ന് പഴവങ്ങാടി ഗണപതിയെ തൊഴുത് ബസ് മുന്നോട്ട്. സ്ഥലങ്ങളെ പരിചയപ്പെടുത്തിയും ലഘുവിവരണങ്ങൾ നൽകിക്കൊണ്ടും ഒരു ഗൈഡിനെ പോലെ ബസിന്റെ കണ്ടക്ടർ യാത്രയിലുടനീളം ആക്റ്റീവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുള്ള തിയേറ്ററായ ഏരീസ് പ്ലെക്സ് ആണ് തമ്പാനൂർ ഓവർബ്രിഡ്ജിൽ നിന്നും കാണാവുന്നത്. ആയുർവേദ കോളേജ് ജംഗ്ഷനും കടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ് അവിടെ കാണുന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ T മാധവറാവുവിന്റെ പ്രതിമ എതിർവശത്തും കാണാം. ഇടതുവശത്തെ യൂണിവേഴ്സിറ്റി കോളേജും VJT ഹാളും ഹാളിന് മുന്നിലെ പട്ടം താണുപിള്ളയുടെ പ്രതിമയും കടന്നെത്തുന്നത് പാളയം എന്ന സ്ഥലത്താണ്. വലതുവശത്ത് സാഫല്യം കോംപ്ലക്സിനോട് ചേർന്ന് 1857 ശ്രീ ഉത്രാടം തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ച പാളയം മാർക്കറ്റ് കാണാം. വലതുവശത്ത് ഗണപതി ക്ഷേത്രവും പാളയം മോസ്കും കാണാം. തൊട്ടപ്പുറത്തായി പാളയം ചർച്ചും കൂടി ഉള്ളതുകൊണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹവർത്തിത്വത്തിനും സാഹോദര്യത്തിനും ഉത്തമ മാതൃകയായി പാളയം എന്ന സ്ഥലത്തെ കണക്കാക്കുന്നു. തുടർന്ന് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും R ശങ്കറിന്റെ പ്രതിമയും കടന്ന് നിയമസഭയ്ക്ക് മുന്നിലെത്തി. അവിടെ നിന്ന് റൗണ്ട് അടിച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയും KTDC മാസ്കറ്റ് ഹോട്ടലും കണ്ട് മ്യൂസിയത്തിന്റെയും അതിഥികൾക്ക് മാംസാഹാരം വിളമ്പാനായി തിരുവിതാംകൂർ രാജവംശത്തിലെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പണികഴിപ്പിച്ച കനകക്കുന്ന് കൊട്ടാരത്തിന്റെയും കാഴ്ചകളിലൂടെ ബസ് നീങ്ങി. എന്തോ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് കവടിയാർ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നറിയിച്ചുകൊണ്ട് ബസ് വെള്ളയമ്പലം റൗണ്ടിലൂടെ തിരിഞ്ഞു. റൗണ്ടിൽ നിന്ന് നോക്കിയാൽ അംബാനിയുടെ വീടിന്റെ മാതൃകയിൽ പണികഴിപ്പിച്ച ആർടെക് ഗ്രൂപ്പിന്റെ ബിൽഡിംഗ് കാണാം. അയ്യങ്കാളിയുടെ പ്രതിമയാണ് ഈ റൗണ്ടിലുള്ളത്. വയലാറിന്റെയും K കരുണാകരന്റെയും പ്രതിമകൾ കണ്ട് മ്യൂസിയം റോഡിലൂടെ തിരികെ പാളയത്തേക്ക് ബസ് നീങ്ങി. പാളയത്ത് നിന്നും തിരിഞ്ഞ് തിരുവനന്തപുരം പേട്ട ചാക്ക ബൈപ്പാസ് റൂട്ടിലൂടെ എയർപോർട്ട് ശംഖുമുഖം ഭാഗത്തേക്ക് യാത്ര തുടർന്നു. അപ്പർ ഡെക്കിലായതുകൊണ്ട് എയർപോർട്ടിന്റെയും ഹാങ്ങറുകളുടെയും റൺവേയുടെയും എല്ലാം വിശാലമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാം. ഈവനിംഗ് ടൈം ആയതുകൊണ്ട് സൂര്യാസ്തമയത്തിന് മുൻപുണ്ടാകുന്ന സ്വർണ്ണ നിറമുള്ള വെയിൽ കാഴ്ചകൾക്ക് ഭംഗി കൂട്ടുന്നുമുണ്ട്.
തുടർന്ന് ശംഖുമുഖത്തെത്തിയ ശേഷം ബസ് തിരികെ ചാക്ക ബൈപ്പാസിലേക്ക് യാത്ര ആരംഭിച്ചു. ഇവിടെ എത്തിയപ്പോൾ പണ്ട് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും ശംഖുമുഖത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ഡബിൾ ഡെക്കർ ബസ്സിലെ എൻ്റെ യാത്ര ഓർമ്മ വന്നു. തിരികെ പോകുന്ന വഴി റെയിൽവേ ഗേറ്റ് കടന്ന് പാളം മുറിച്ചു കടന്ന് മാത്രം പ്രവേശിക്കാവുന്ന കേരളത്തിലെ ഒരേയൊരു കോളേജായ ഓൾ സെയിൻസ് കോളേജ് കാണാം. അതിനടുത്ത് തന്നെയാണ് ബ്രഹ്മോസ് എയർ സ്പേസ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത്. ചാക്ക ബൈപ്പാസ് എത്തിയാൽ ആക്കുളം ലുലുമോൾ ഭാഗത്തേക്കാണ് ബസിന്റെ യാത്ര. കേരളത്തിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ രണ്ടാമത്തെ വലുതുമായ ഷോപ്പിംഗ് മോളാണ് തിരുവനന്തപുരം ലുലു മോൾ. ലുലുമോൾ കടന്നാൽ ആക്കുളം കായലിന്റെ മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ് യാത്ര. ആക്കുളത്ത് നിന്നും മടക്കയാത്ര ആരംഭിക്കും. ലോവർ ഡെക്കിൽ 100 രൂപയും അപ്പർ ഡെക്കിൽ 200 രൂപയുമാണ് ഈ സിറ്റി റൈഡ് ബസിന്റെ ടിക്കറ്റ് നിരക്ക്. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ രാത്രി 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് 8 ട്രിപ്പുകളാണ് ഒരു ദിവസം ഉണ്ടാവുക. 1.25 മണിക്കൂറാണ് ട്രിപ്പിന്റെ ദൈർഘ്യം. KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് വേണം പുറപ്പെടുന്ന സ്ഥലം സെലക്ട് ചെയ്യാൻ. നോൺ സ്റ്റോപ്പ് റൈഡാണ്, ഇടയ്ക്ക് നിർത്തുന്നതല്ല. ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പിറകിലെ സീറ്റുകൾ തിരഞ്ഞെടുത്താൽ കാഴ്ചകൾ കാണാൻ കൂടുതൽ രസമായിരിക്കും. ബസ്സിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടും വേണമെങ്കിൽ കരോക്കെയിട്ട് പാട്ട് പാടിക്കൊണ്ടും നഗരക്കാഴ്ചകളിലൂടെ യാത്ര ചെയ്യാം. തിരുവനന്തപുരം സിറ്റി റൈഡിന്റെ ഈ ചെറിയ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും കരുതുന്നു. അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.